മുസ്ലിമിന്റെ ആയുധം. അല്ലാതെ അധികാരമല്ല, ആൾബലമല്ല. ഇന്നുവരെ ലോകത്ത് ഒരു യുദ്ധവും ആൾബലമുണ്ടായിട്ട് ജയിച്ചിട്ടില്ല. ഭൂരിപക്ഷം ജയിച്ച ഒരു യുദ്ധമെങ്കിലും പറയടാ ചെറുപ്പക്കാരാ. ഭൂരിപക്ഷമല്ല ജയിച്ചിട്ടുള്ളത്, ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കല്ലേ. ഭൂരിപക്ഷത്തെ കണ്ടിട്ട് നീ ഒരിക്കലും പേടിക്കല്ലേ. ന്യൂനപക്ഷമാടാ ജയിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയി. വഴിയോരത്ത് കാത്തു നിൽക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്റെ കൂടെ വരുന്നോ അബൂബക്കറെ? ഇതാണ് ആ കൂട്ടുകാരൻ, ഇതാണ് കൂട്ടുകാരൻ. നബി തങ്ങൾ ചോദിക്കുന്നു, വരുന്നോ അബൂബക്കറെ? റെഡിയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിലേറ്റിയിട്ട് അല്ലാഹുവേ അബൂബക്കർ തങ്ങൾ നടന്നു പോവുകയാണ്. ഇന്നും മദീനത്ത് ചെല്ലുമ്പോ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഗുഹയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നബി തങ്ങളെ ഞെട്ടിയുണർന്നു. എന്തേ അബൂബക്കറെ? വിയർക്കുന്നുണ്ടല്ലോ, കൈകാല് വിറയ്ക്കുന്നുണ്ടല്ലോ. എന്തേ അബൂബക്കറെ? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, മുകളിലേക്ക് നോക്കി നബിയേ. ശത്രുക്കൾ വന്ന് നബിയേ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും നബിയേ, നമ്മളെ കൊല്ലും നബിയേ. നമ്മളെ പിടിക്കും നബിയേ, നമ്മളെ കൊല്ലും നബിയേ. നമ്മുടെ കയ്യിൽ ആയുധമില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങൾ കരയുമ്പോ റസൂലുള്ള ചിരിച്ചടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. എന്തേ നബിയേ ചിരിക്കുന്നത്? ഈ സമയത്തിരുന്ന് ചിരിക്കുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കറിന്റെ ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറെ നീ എന്തിനാ പേടിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോടാ പറഞ്ഞത്, അബൂബക്കറിനോട് മാത്രമല്ല, അബൂബക്കറിനോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എന്നോടും നിങ്ങളോടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, മൂന്നാമതൊരാളുണ്ട് അബൂബക്കറെ. ആരാണെന്നറിയോ? നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെയില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാ, ഈ മുകളിൽ നിൽക്കുന്നവനവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം അബൂബക്കറെ എന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്തിനാ ഇത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ഭൂരിപക്ഷത്തിന്റെ ബലം കണ്ട് പേടിക്കല്ലേ. അവര് നമ്മളെ ഭയപ്പെടുത്താനാ നോക്കുന്നത്, അവര് പേടിപ്പിക്കാനാ നോക്കുന്നത്. അതുകൊണ്ടല്ലേ കൊല്ലുന്നവന്റെ വീടിയെടുത്തിടുന്നത്, ആക്രമിക്കുന്നവന്റെ വീടിയെടുത്തിടുന്നത്, നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് നമ്മളെ ഭയപ്പെടുത്താനല്ലേ. പക്ഷേ നമ്മൾ ഒരാളെയല്ലേ ഭയപ്പെടുത്തുള്ളൂ. അതാരെയാ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നടക്കേണ്ടതൊരു വഴിയെ നടക്കും. നീ നേരെയുള്ള വഴിയെ നടക്കടാ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കൂ, ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കൂ, നബി തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കൂ. അങ്ങനെ ജീവിച്ചവരാ പ്രവാചകന്റെ സ്വഹാബത്ത്. അങ്ങനെ ജീവിച്ചത് കൊണ്ടാ അവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള വ്യക്തികളാക്കി അല്ലാഹു മാറ്റിയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കൂ. അല്ലാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ.
പട്ടിണി തരുമടോ, വിശപ്പ് തരുമടോ? അല്ലാഹു പട്ടിണി തന്നിട്ട് നിന്നെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. പരപ്പനങ്ങാടിയിൽ ഡിസംബർ 31 രാത്രിയിൽ ഒരുമിച്ച് കൂടിയ ഉപ്പാ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ വാപ്പാ? പെങ്ങളെ, പട്ടിണി കിടന്നിട്ടുണ്ടോ മോളെ? പട്ടിണി എന്താണെന്ന് നിനക്കറിയുമോ? നമ്മളൊക്കെ പട്ടിണിയെ കുറിച്ച് പറയാറുണ്ടല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും ശുഐബ് അബീ താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം പട്ടിണി കിടന്നു. ഇല പറിച്ചു കഴിച്ചു. പാപം, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് നബിതങ്ങളും കുടുംബവും കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല പറിച്ച് തിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇല പറിച്ച് തിന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ ഇല തിന്നെ എപ്പോഴാണെന്നറിയാവോ? മട്ടൻ മന്തി തിന്നിട്ട് ഇവിടെ വരെ എത്തുമ്പോ ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മട്ടൻ മന്തി, നെഹ്ദി, മഹദി, എന്തൊക്കെ ബുഖാരി, ഇനി മുസ്ലിമൊക്കെ വരുമായിരിക്കില്ല ഉസ്താദുമാരെ. മന്തിയുടെ പേരെന്താ? മഹദി ഇമാമിന്റെ പേര്. നെഹ്ദി, മഹദി, പിന്നെന്താപ്പ വേറെന്തോ ഉണ്ടല്ലോ അപ്പ, അല്ലാഹു അഅല, എന്തൊക്കെ പേര് വരുന്നു. ഷവായി, അൽഫഹം, ഇതൊക്കെ എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഖുർആൻ എടുത്തു വെച്ച് നോക്ക്, നരകത്തിലും ഗ്രില്ലുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതങ്ങോട്ട് വാരി വലിച്ച് തിന്നിട്ട് ദഹിക്കാതെ വരുമ്പോ കുറച്ച് ഇലകൾ കൊണ്ടുതരും. എന്താപ്പ? മല്ലിയില, ജെറുജെറ്, ഇതെല്ലാം കൂടെ വാരി അങ്ങോട്ട് തിന്നി ഇവിടെ വരെ എത്തിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇലയും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇതാണ് ഇലയും നമ്മൾ അള്ളാഹുവിന്റെ റസൂലും കുടുംബവും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചരിത്രം പറയുന്നു, ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു അത്ര ഇല തിന്നിട്ട്. ഒരു ദിവസമോ ഒരാഴ്ചയില്ല, 3 കൊല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അവര് ദീൻ മുറുകെ പിടിച്ചില്ലേ? എന്നിട്ടും അവർ ദീൻ മുറുകെ പിടിച്ചില്ലേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് 90 ദിവസം തീ പുകഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ വീടിനകത്ത് 3 മാസക്കാലം ചോറ് വെക്കാനല്ല, കറി വെക്കാനല്ല, ഒരു ചൂടുവെള്ളം പോലും തിളപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. കാരണം പട്ടിണിയായിരുന്നു. ഇത് നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. ആയിഷ ബീവിയാണ് പറഞ്ഞു തരുന്നത്, 3 മാസം എന്റെ വീടിനകത്ത് തീ പോലും പുകഞ്ഞിട്ടില്ല. ഈത്തപ്പഴവും പടച്ചവനെ പച്ചവെള്ളവും കുടിച്ചാണ് 3 മാസം അവർ കഴിഞ്ഞിരുന്നത്. ഇത് നബി തങ്ങളുടെ വീടല്ലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, പെങ്ങളെ പഠിക്കണം പൊന്നുമോള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇത്രയും പട്ടിണി വന്നപ്പോ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് ചെലവിനിയും വേണം. നബി തങ്ങൾ പറഞ്ഞു, പൊക്കൊള്ളാറ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വീകരിക്കാം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, പെങ്ങന്മാരോട് പറയുകയാ, അല്ല ചെയ്ത നിഅമത്ത് അറിയണോ? അല്ല ചെയ്ത മഹത്വം അറിയണോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യയായ ആയിഷ ബീവിയുടെ മുന്നിൽ വന്നിട്ട് വിളിക്കുന്നു, ആയിഷ, എനിക്ക് കഴിക്കാൻ വല്ലതും തരുമോ ആയിഷ? ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ടും നാവ് കൊണ്ട് ഭക്ഷണം ചോദിക്കുകയാ. ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്. കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് കാര്യം മനസ്സിലായി. കുടിക്കാൻ ഇത്തിരി വെള്ളം മതി ആയിഷ. ഭർത്താവ് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുകയാ. കൊടുക്കാൻ വെള്ളം പോലുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി ഒന്നുമില്ലെന്ന്. നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ, നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്ത് കയറിയിട്ട് തളർന്നു കിടന്ന് ഉറങ്ങുകയാ. നബിതങ്ങൾ ഉറങ്ങുമ്പോ കമീസ് ഇങ്ങനെ പൊങ്ങിയിട്ട് നബിതങ്ങളുടെ വയറിങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വയറ് കിടക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീവി എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടിരുന്ന് കരയുകയാ. നബി
നബിതങ്ങളെ ഞെട്ടിയുണർന്നു. ആയിഷാ ബീവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നബിതങ്ങളുടെ മുഖത്ത് വീഴുമ്പോ നബിതങ്ങള് ഞെട്ടിയുണരുമ്പോ ഭാര്യയിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ എന്തിനാ മോളെ കരയുന്നത്? നബിയേ, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് എനിക്ക് തരാൻ എന്റെ കയ്യിലില്ലാതെ പോയല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. പരപ്പനങ്ങാടിയിലെ പെങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊട്ടിക്കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ തിന്നാനില്ലെങ്കിലും നീ എന്റെ കൂടെയില്ലേ ആയിഷ? 65 വയസ്സുള്ളവളോടല്ല പറഞ്ഞത്, 35 വയസ്സും 25 വയസ്സുമുള്ള പെണ്ണിനോടല്ല പറഞ്ഞത്. ഒരു ചെറിയ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് നബിതങ്ങൾ പറയുകയാ, ആയിഷ തിന്നാനില്ലെങ്കിലും എന്റെ കൂടെ നീ എന്റെ ഭാര്യയായിട്ടില്ലേ? ഇതിനാടോ ജീവിതമെന്ന് പറയുന്നത്? ഇതിനാ ജീവിതമെന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടക്കണം മോളെ. കിട്ടുന്ന അന്നത്തിന്റെ വില നിനക്കറിയില്ലല്ലോ. പണ്ടത്തെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഉമ്മമാരാരെന്നറിയോ? മക്കള് വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ ഭക്ഷണം ഉമ്മയെടുത്ത് പാത്രത്തിലിട്ട് തരും. അല്ലാഹുവേ, അതൊരു ചോറാണെങ്കിൽ പോലും ഒരു വറ്റാണെങ്കിൽ പോലും താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിനകത്ത് ഇട്ട് തന്നിട്ട് ഉമ്മ തരുന്ന ഒരു ഉപദേശമുണ്ടോ? മോനെ, ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതാ. ഇതുപോലെ ഒരു ഉപദേശം ലോകത്താർക്കാടോ തരാൻ പറ്റുക? ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്തു തന്നിട്ട് ഇത് എടുത്ത് തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. എങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങള് സ്വന്തം മകന് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഒരു വാക്കെങ്കിലും പറയുമോ? അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ, അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ. അത് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അത് ഗൾഫ് നാടിൽ മലരാരുണ്യത്തിൽ കിടന്ന് പഴുത്ത മണ്ണിൽ കിടന്ന് പട്ടിണി കിടന്നിട്ടുണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അവള് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നീയും അങ്ങനെ തന്നെയാണല്ലോ. ചോദിക്കുന്നതിനനുസരിച്ച് വാരിക്കൊടുത്ത് ശീലമല്ലേ നിനക്കുള്ളൂ. എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നീ ഇന്ന് വരെ പഠിപ്പിക്കില്ലല്ലോ. പടച്ചവനെ, ഈ നിരന്നിരിക്കുന്ന പ്രായമുള്ളവരോട് നിങ്ങൾ ആരെങ്കിലും ഉപ്പാനോട് ചെന്നിട്ട് എനിക്ക് സൈക്കിൾ വേണം ഉപ്പാ, എനിക്ക് മൊബൈൽ വേണം ഉപ്പാ, എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മളാരും നമ്മുടെ ഉപ്പാനോട് വാശി കാണിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഉപ്പാന്റെ ശമ്പളം എന്താണെന്ന് നമുക്കറിയാം, ഉപ്പാന്റെ ജോലി എന്താണെന്ന് നമുക്കറിയാം. പടച്ചവനെ, ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഉപ്പാര് നമുക്ക് ജീവനായിരുന്നു. എത്ര തല്ലിയാലും എത്ര വഴക്കു പറഞ്ഞാലും ഉപ്പ എന്ന് പറഞ്ഞാ നമുക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉപ്പാനോട് നമുക്ക് വല്ലാത്ത സ്നേഹം. അല്ലാഹു മരിച്ചവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര തല്ലിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഉപ്പാനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയും. പടച്ചവനെ, നമുക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നമ്മുടെ വാപ്പ. ഇന്നത്തെ മക്കളാണെങ്കിൽ മൊബൈൽ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, ബൈക്ക് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഉപ്പ കൊള്ളാത്തവനായി മാറിയില്ലേ? ആത്മഹത്യ ചെയ്യാ മക്കൾ ഇന്ന് തയ്യാറാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്തക്കിന്റെ രണാഗണത്തിൽ കിടങ്ങു കുടിച്ചു കൊണ്ടിരിക്കുമ്പോ തളർന്നു വീണ സ്വഹാബികൾ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ. ഹന്തക്കിന്റെ രണാങ്കണത്തിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു വീഴുക സഹാബത്ത്.
നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് കമീസ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, നബിയെ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാ ഞങ്ങൾ നടക്കണേ, വല്ല പരിഹാരമുണ്ടോ? നബിതങ്ങൾ പൊക്കി കാണിച്ചു കൊടുത്തു 2 കല്ല്. എല്ലാരും 1 കല്ല് വെച്ച് കെട്ടുമ്പോ നബിതങ്ങൾ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിരിക്ക. നബിതങ്ങൾ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇന്നത്തെ തലമുറ ചോദിക്കും, സിറാജെ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം, മാറുവോ? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നിന്റെ വാപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, അറിയോ? അല്ലേ? പണ്ട് വാപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഇല്ലേ? എന്താ, സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണോ അത്? പൈസ സൂക്ഷിക്കുന്നതിനകത്തായിരുന്നോ? ഇല്ലടോ. എല്ലും തോലുമായിരുന്ന വാപ്പയാണെങ്കിലും ആ ബെൽറ്റ് ഒന്നും മുറുക്ക കെട്ടിയ ഒരു ആരോഗ്യം ഉണ്ടായിരുന്നടോ അവർക്ക്. ആ ബെൽറ്റിലാ പാവങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇന്നതൊക്കെ അമൂല്യ നിധിയാ. ഇന്നതൊക്കെ ബക്കറ്റ് എടുക്കാൻ സമയമായ ചങ്ങായി ഇരിക്കറോ? ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ബെൽറ്റ് അങ്ങോട്ട് ഇന്ന് കിട്ടാനുണ്ടാ? ഇന്നത് അമൂല്യ നിധിയായി ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ടുള്ളവർ കെട്ടുന്ന ഒരു ബെൽറ്റ്, ഇതാ ബെൽറ്റ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ചിന്തിക്ക്. വല്ലപ്പോഴൊക്കെ ഉപ്പാനോ ഒന്ന് ഓർക്കണം. ഗൾഫുകാരനായ കെട്ടിയവനെയും കുറച്ച് പൈസയും 2 നില വീടും കിട്ടിയപ്പോ ഉപ്പാനെ മറന്നു പോകുന്നു. മോളെ, മരിച്ച ഉപ്പായ്ക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം കേട്ടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. ഇന്നത്തെ തലമുറ അറിയാതെ പോകുന്ന ഒരു വിഷയം അത്. എന്താണിത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അവരറിയുന്നില്ല. എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാ. അള്ളാഹുവേ, തന്റെ പൊന്നുമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എവിടെ നിന്നോ അല്പം മാവ് കിട്ടി ഓടിച്ചെന്ന് തന്റെ വീടിനകത്ത് റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി എടുത്തപ്പോ ഫാത്തിമ ബീവി ഉപ്പാനെ ഓർമ്മ വന്നു. ആ ഒരു റൊട്ടിയുമായിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നു. പകുതി നബി തങ്ങൾക്ക് കൊടുത്തു. തന്റെ വാപ്പയായ അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് പകുതി ചപ്പാത്തി കൊണ്ടുപോയിട്ട് പൊന്നുമോള് കൊടുത്തപ്പോ റസൂലുള്ള കരയുകയാ. ചപ്പാത്തിയിൽ നോക്കുന്നുണ്ട് നബി തങ്ങൾ കരയുകയാ. അള്ളാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് ചോദിച്ചു, വാപ്പാ, എന്തേ ഉപ്പാ കരയുന്നത്? 3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാ മോളെ. 3 ദിവസമായി നിന്റെ വാപ്പ എന്തെങ്കിലും ഒരു അരിഭക്ഷണം കണ്ടിട്ട് 3ാമത്തെ ദിവസത്തിന് ശേഷം എന്റെ കയ്യിൽ കിട്ടിയതല്ലേ, അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഫാത്തിമ. എന്നിട്ടും അവര് ദീനനുസരിച്ച് ജീവിച്ചടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പട്ടിണിയെ കുറിച്ച് പറയുമല്ലോ. നിനക്കൊക്കെ പട്ടിണി എന്താണെന്നറിയോ? തിന്നാനില്ലാത്തതിനല്ല, കുടിക്കാനില്ലാത്തതിനല്ല, ധരിക്കാനില്ലാത്തതിനല്ല. യഥാർത്ഥ പട്ടിണി എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഇനി ജീവിതത്തിൽ ഒരിക്കലും പട്ടിണിയെ കുറിച്ച് നീ സംസാരിക്കരുത്. നിനക്കതിനുള്ള അവകാശമില്ല പെങ്ങള്. എനിക്കും നിങ്ങൾക്കും പ്രയാസത്തെ കുറിച്ച് പറയാൻ അവകാശമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ, അതാ ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ അതാ ഫാത്തിമ ബീവിയുടെ വീടിനകത്തിരുന്ന് ഹസനും ഹുസൈനും കൊച്ചുമക്കളാട് കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കൂ ഫാത്തിമ. നബിതങ്ങൾ പള്ളിക്കകത്ത് കയറി നമസ്കരിക്കാൻ കൈകെട്ടി. അപ്പോഴും ഫാത്തിമയുടെ വീടിനകത്ത് നിന്ന് കരച്ചലാട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, ഭക്ഷണം കൊടുക്കുമോളെ. നബിതങ്ങളെ പ്രസംഗം നടത്താൻ തുടങ്ങി. അപ്പോഴും വീടിനകത്ത് കിടന്ന് ഹസനും ഹുസൈനും കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പ്രസംഗം നിർത്തി. നബിതങ്ങൾ അതാ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോയി. ഫാത്തിമ ബീവിയുടെ വീടിനകത്തേക്ക് ദേഷ്യത്തോടെ കടന്നു ചെന്നു. എന്നിട്ട് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ഈ മക്കൾ ഇവിടെ കിടന്ന് കരയുമ്പോ നിനക്ക് കരുണയില്ലാതെ പോയോ ഫാത്തിമ? ഇവർക്ക്
ഭക്ഷണം കൊടുക്കാത്തതെന്ത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാ. തന്റെ പൊന്നുമോള് തലതാത്തി പിടിച്ചിട്ടിരുന്ന് തേങ്ങി തേങ്ങി കരയുമ്പോ അള്ളാന്റെ റസൂലിന്റെ ദേഷ്യമൊക്കെ മാറി. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തേ മോളെ, മക്കൾക്ക് എന്തേ ഭക്ഷണം കൊടുക്കാത്തത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാ. വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. മക്കൾക്ക് പാല് കൊടുക്കുമ്പോ എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു നബിയേ. എന്റെ പാല് വറ്റിപ്പോയി നബിയേ. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാറില്ല. മക്കളെ കടിച്ചിട്ട് എന്റെ മാറിടത്തിൽ നിന്ന് രക്തമാണ് വരുന്നത്. അള്ളാന്റെ റസൂലിന്റെ കൈകാല് തളരുകയാ. ഒരു വാപ്പയാണല്ലോ. നബിതങ്ങള് മിണ്ടാതെ വെളിയിലിറങ്ങി. അള്ളാന്റെ റസൂലും നടക്കുകയാ. പെങ്ങള്, പരപ്പനങ്ങാടിയുടെ പരിസരത്തുള്ള ഉമ്മമാരെ, അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടക്കുകയാ. ആരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ. നബിതങ്ങള് നടക്കുകയാ. പടുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ ഒരു ലക്കുമില്ലാതെ നബിതങ്ങൾ ഒരുപാട് ദൂരം നടന്നു. നടന്ന് ഒരു യഹൂദിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് ചെന്നു. ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിനെ കണ്ടിട്ട് പോലുമില്ല. ആ മനുഷ്യന് റസൂലുള്ളാഹിനെ അറിയില്ല. നബിതങ്ങൾ ഇത്രയും ദൂരമാണ് നടന്നു പോയത്. ആ മനുഷ്യനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഈ ചോദിച്ചതാരെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? യഹൂദി പറഞ്ഞു, എന്റെ ഈന്തപ്പന മരത്തിന് വെള്ളം കോരി ഒഴുക്കി ഈത്തപ്പഴം തരാ. നബിതങ്ങൾ പോകുകയാ. തൊട്ടിയമ കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരിയടോ. ഈന്തപ്പന മരങ്ങളുടെ ചുമറ്റിലേക്ക് നബിതങ്ങൾ കൊണ്ടുവന്നൊഴിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുകയാ. അള്ളാഹുവേ, യഹൂദി വരുമ്പോ നബിതങ്ങള് കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്, വെള്ളം കോരുന്നില്ല. അള്ളാന്റെ റസൂല് കിണറ്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. യഹൂദി ചോദിച്ചു, എന്തേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, തൊട്ടി കിണറ്റിനകത്ത് വീണുപോയി. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് തൊട്ടി വീണുപോയി. യഹൂദിക്ക് ദേഷ്യം വന്നോ? സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. നബിതങ്ങളെ തല്ലിയടോ. തൊട്ടി കിണറ്റിലേക്ക് ഇട്ടതിന്റെ പേരിൽ അള്ളാന്റെ റസൂലിന്റെ സറഫാക്കപ്പെട്ട മുഖത്തെ കാഞ്ഞടിച്ചു. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. തല്ലുകൊണ്ടിട്ടും നബിതങ്ങള് മിണ്ടിയില്ല. അവസാനം കിണറ്റിനകത്ത് പോയ തൊട്ടി അള്ളാന്റെ റസൂൽ എടുത്ത മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, എന്റെ കൂലിയെവിടെ? എന്റെ കൂലിയെവിടെ? ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഈ മനുഷ്യൻ ആരാ? അല്ലാ, തല്ലിയിട്ട് പോലെ ഈ മനുഷ്യനും നനങ്ങിയില്ലല്ലോ. മുഖത്തൊരു ദേഷ്യമില്ലല്ലോ. ആ യഹൂദി പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. നബിതങ്ങള് കാരക്കയും വാങ്ങിച്ചിരിക്കുന്ന മുഖത്തോടെ ഓടുകയാ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകളുടെ വീടിനകത്ത് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന പൊന്നാര മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഈന്തപ്പഴം ആ മക്കളുടെ വായിലേക്ക് ചവച്ചരച്ച് നബിതങ്ങള് കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ പരപ്പനങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, അല്ല നിനക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിയില്ലല്ലോ. ഇങ്ങനത്തെ ഗതിയല്ല. നിന്റെ ഭർത്താവും മക്കളും വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് ഒരിക്കലെങ്കിലും ഭക്ഷണം കൊടുക്കാനില്ലാതെ വന്നിട്ടുണ്ടോ? അപ്പൊ നിനക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കൂ. എന്നിട്ട് നീ നന്ദി കാണിക്കുന്നില്ലല്ലോ. അല്ലാഹനെ നീ പേടിച്ച് ജീവിക്കുന്നില്ലല്ലോ. നിനക്ക് തലമറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. നിനക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തേ പെങ്ങളെ കഴിയാത്തത്? നബിതങ്ങള് ജീവിച്ചില്ലോ. നബിതങ്ങളുടെ ഭാര്യമാര് ജീവിച്ചില്ലോ. നബിതങ്ങളുടെ കുടുംബം കഴിഞ്ഞുകൂടിയില്ലോ. അല്ലാഹു റസൂലിന്റെ സ്വഹാബത്ത്
നബി തങ്ങളുടെ സ്വഹാബത്ത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പട്ടിണി കിടന്നിട്ടും ജീവിച്ചില്ല. അപ്പൊ ഒരുപാട് മുൻഗാമികളും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ജീവിച്ചവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുകയാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ വനഖ്സിൻ മിനൽ അംവാൽ. നിന്റെ സമ്പത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തും. നിന്റെ സമ്പത്തും നിന്റെ കച്ചവടവും നിനക്ക് പ്രയാസം വരുമടോ, ലക്ഷങ്ങളുടെ കടം വരുമടോ. ഇതൊക്കെ പരീക്ഷണമാ മനുഷ്യ, ഇതൊക്കെ പരീക്ഷണമാ മനുഷ്യ. പണത്തിനെക്കാളും വലുത് അള്ളയല്ലേ. അള്ള കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അള്ള തന്നതല്ലേ അള്ള തിരിച്ചെടുത്തത്. ഇനി തരാൻ അള്ളാന് കഴിവുണ്ടല്ലോ. ആ ബോധമല്ലേ നിനക്ക് വേണ്ടത്. അള്ളാഹു പറയുകയാ, നിന്റെ മക്കളെ മരിപ്പിക്കുമല്ലോ, നിന്നെ കൊണ്ട് തന്നെ നിന്റെ പൊന്നാര മക്കളുടെ മയ്യത്ത് പൊതിയുമല്ലോ, നിന്റെ മക്കളുടെ മയ്യത്ത് നിസ്കരിപ്പിക്കും, നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ അള്ളാഹു ഖബറടപ്പിക്കുമല്ലോ. ഇതൊക്കെ അള്ളാന്റെ പരീക്ഷണമല്ലേ. ലോകത്ത് അള്ളാഹുവിന്റെ റസൂല് നബി തങ്ങളല്ലേ എത്ര മക്കളെ ഖബറടക്കിയ വാപ്പയാ. അള്ളാഹുവിന്റെ പ്രവാചകനാണ് തന്റെ എത്രയോ മക്കളെ ഖബറടക്കിയത്. നബി തങ്ങൾ എന്നിട്ടും ജീവിച്ചില്ലേ. പെങ്ങളെ ഊരും വീടുമില്ലാതെ സർവ്വതും കളഞ്ഞിട്ട് പോടാ, നീയും നിന്റെ ദീനും പോടാ, മുഹമ്മദും പോടാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളോട് ഖുറൈശികൾ പറഞ്ഞില്ലേ, NRC നടപ്പാക്കിയില്ലേ, എല്ലാം ഇവിടെ നിന്നുണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോടാ, നീയും നിന്റെ അല്ലാഹും. അവര് പോയില്ലേ സഹോദരാ. എന്നിട്ട് മദീനത്ത് പോയി രാജാക്കന്മാരെ പോലെ അവര് ജീവിച്ചില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അല്ലാഹു തരുന്ന പരീക്ഷണമാ. ഇതൊക്കെ ഈമാൻ അടക്കാനുള്ള ടെസ്റ്റാണ്. അതുകൊണ്ട് തോറ്റുപോകരുത്, അതുകൊണ്ട് പരാജയപ്പെടരുത്. അതുകൊണ്ട് മുസ്ലിമേ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അൽഹംദുലില്ലാഹ് 7 വർഷം കൊണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മയാ. പടച്ചവനെ തങ്ങളുടെ പേരില് ഒരുപാട് പാവങ്ങൾ, പടച്ചവനെ രോഗികള്, യതീമീങ്ങള്, എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തടോ. ഒരുപാട് പാവങ്ങളെ സഹായിച്ചവരാ. കോടിക്കണക്കിന് രൂപയുടെ കാരുണ്യ പ്രവർത്തനം നടത്തിയവരാണ് ഈ കൂട്ടായ്മ. പടച്ചവനെ ഇന്ന് 2022 വിട പറയാ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ജീവിതത്തിൽ അവസാനമായി ഈ കൊല്ലത്തിൽ ഒരു നന്മ ചെയ്യാൻ അല്ലാഹു അവസരം തരികയാ. പാവങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, പടച്ചവനെ ക്യാൻസർ പിടിച്ച് കിടക്കുന്നവർ, ട്യൂമർ രോഗവുമായി കഴിയുന്നവർ, കൈയില്ലാത്തവർ, കാടില്ലാത്തവർ, ഇവരുടെ വില നമുക്കറിയില്ലെങ്കിലും രോഗികൾക്കറിയുമടോ. ഇന്നും പടച്ചവനെ ഈ പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ നട്ടെല്ലാം നിവർത്തികെട്ട് നിൽക്കാറുള്ള കാരണം എന്തെന്നറിയോ? ഇവരുടെയൊക്കെ മഹത്വമല്ലടോ. ഈ പാവപ്പെട്ട രോഗികളുടെ ദുആയാ, പാവപ്പെട്ടവരുടെ ദുആയുടെ പുറത്താ ഇവരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നബി തങ്ങൾ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് പടച്ചവനെ നബി തങ്ങളല്ലേ പറഞ്ഞത്. ഏത് നിമിഷമായി എപ്പോഴാ എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. പടച്ചവനെ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് വരുന്ന ട്രെയിനിനകത്ത് കയറിയ മലബാറിലും മംഗലാപുരത്തുമൊക്കെ സഞ്ചരിക്കുന്നവർക്കറിയാ. RCCയിൽ നിന്ന് വരുന്ന രോഗികളെ കാണാ. പടച്ചവനെ ഇന്ന് ഞാൻ വരുമ്പോ മണ്ണാർക്കാടുള്ള സുലൈമാൻ എന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദിന്റെ എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരൻ പടച്ചവനെ പല്ലുവേദനയായിരുന്നു, നാട്ടിലേക്ക് വന്നു. പടച്ചവനെ നാളെ RCCയിലേക്ക് കൊണ്ടുപോകുകയാ. താടിയെല്ലിൽ ക്യാൻസറാ. ഇന്ന് വാതിന് വരും അഡ്വക്കേറ്റിന്റെ കൂടെയുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ തിരുവനന്തപുരം RCCയിലേക്ക് പോകുകയാണ്. വാതിന്റെ സദസ്സിൽ ഉസ്താദിനെ വിട്ടിട്ട് പോകാൻ കേറിയതാ. ഇതുപോലെ 100 കണക്കിന് രോഗികളെ കാണുന്നില്ലേ. കൈയില്ലാത്തവർ, കാണില്ലാത്തവർ, കണ്ണില്ലാത്തവർ, ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ട് പഠിക്കുന്നില്ലടോ? നബി തങ്ങൾ പറഞ്ഞില്ലേ, അസ്സദഖത്തു റദ്ദുൽ ബലാ,
സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. വരാനിരിക്കുന്ന അപകടങ്ങള്, വരാനിരിക്കുന്ന മുസീബത്ത്, വരാനിരിക്കുന്ന പരീക്ഷണങ്ങള്, ക്യാൻസർ പോലെ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കരിച്ചു കളയാൻ ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന 10 രൂപയ്ക്ക് പവറുണ്ടോ? ഒരു പാരസെറ്റാമോളിന്റെ വിലയല്ലേ ഉള്ളൂ. ഒരു 10 രൂപ പടച്ചവന്. അതാ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ ഭക്ഷണം വിളമ്പിയവന്റെ കയ്യിൽ നീ പൈസ വെച്ച് കൊടുക്കുന്നവനല്ലേ? എന്താ സഹോദരാ, നീ കൊടുക്കുന്ന ഒരു തുരു കൊടുക്കുന്ന 10 രൂപ ഒരു പാവപ്പെട്ടവന്റെ വീട് വെക്കാൻ, അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഉപകരിച്ചാൽ ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ളതായ അവരുടെ ദുആ പോരെ. നിന്റെ പേരറിയില്ലല്ലോ, നിന്റെ വീടറിയില്ലല്ലോ, നീ ആരാണെന്ന് പോലും അറിയില്ലല്ലോ. പടച്ചവനെ, ഈ രോഗം പിടിച്ചവൻ നിനക്ക് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് സഹോദരാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, കിഡ്നി തകർന്ന്, ലിവർ തകർന്ന്, മജ്ജയിൽ ക്യാൻസർ വന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഫോട്ടോ സഹിതം ഭാര്യയുടെ മക്കളുടെ വീഡിയോ ഇട്ടിട്ട് പിരിവെടുക്കുന്ന ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. എല്ലാരും ഒരു പിരിവെടുത്തോ ഇൻഷാ അല്ലാഹ്. എന്താ ഇപ്പൊ ബക്കറ്റ് കൊണ്ടുപോകണേ? ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കണം കേട്ടോ. കാക്കാ ചങ്ങായി വിളിക്കറോ? വീട് വെക്കാൻ നിങ്ങൾക്കല്ല, പാവങ്ങൾക്ക. ഇത്തിരി സ്പീഡ് കുറച്ച് മേടിച്ചോ, നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കണ്ടിട്ടില്ല, റോഡ് സൈഡിലൊക്കെ നിന്ന് പാട്ട് പാടും. പാട്ട് പാടിയിട്ട് ബക്കറ്റും കൊണ്ടുവരിക. എന്തിന്? രോഗികൾക്ക് വേണ്ടി. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ, ഭാര്യ മക്കളും കരയ സഹായിക്ക്. അല്ലാഹു, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ അവിടെ ചോനെ. അങ്ങനെ അവിടെ സദഖ കൊടുക്കണ്ടേ. അങ്ങനെ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാ അൽഹംദുലില്ലാ ഏത് വിപത്തിനെയും അല്ലാഹു തട്ടിമാറ്റും. അല്ലാഹു ഏത് വിപത്തിനെ അല്ലാഹു തട്ടിമാറ്റും. സദഖയുടെ പവർ അല്ലാഹു നമുക്ക് ഹിമം തരുമാറാകട്ടെ. ഞാൻ ഇന്നലെ ഞാൻ പാലക്കാട് വരെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പാട്ട് പാടിയിട്ട് ബക്കറ്റും കൊണ്ടുവരിക. എന്തിന്? രോഗികൾക്ക് വേണ്ടി. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ, ഭാര്യ മക്കളും കരയ സഹായിക്ക്. അല്ലാഹു, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ അവിടെ ചോനെ. അങ്ങനെ അവിടെ സദഖ കൊടുക്കണ്ടേ. അങ്ങനെ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാ അൽഹംദുലില്ലാ ഏത് വിപത്തിനെയും അല്ലാഹു തട്ടിമാറ്റും. അല്ലാഹു ഏത് വിപത്തിനെ അല്ലാഹു തട്ടിമാറ്റും. സദഖയുടെ പവർ അല്ലാഹു നമുക്ക് ഹിമം തരുമാറാകട്ടെ. ഞാൻ ഇന്നലെ ഞാൻ പാലക്കാട് വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു വണ്ടി എടുത്തു. ആ വണ്ടി കംപ്ലൈൻ്റ് ആയി, ഇത്തിരി ബുദ്ധിമുട്ടി. ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ ശരിയാക്കി തരാം, ഉസ്താദ് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. ആ വണ്ടി എടുത്തുകൊണ്ട് പോയി നട്ടുച്ചയ്ക്ക് നടു റോഡിൽ വെച്ച് അതും കേടായി. ഇന്നലത്തെ എൻ്റെ ദിവസം ഞാൻ നോക്കുമ്പോൾ പടച്ചവനെ വലിയ കഷ്ടപ്പാട്. ഞാനും എൻ്റെ ഭാര്യ മക്കളും നട്ടുച്ചയ്ക്ക് വെയിലത്ത് കോട്ടയത്ത് നിൽക്കാം. ജുമയ്ക്ക് പള്ളിയിൽ ചെല്ലാൻ തന്നെ 1:15. വളരെ ദുരിതം ഞാൻ അനുഭവിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി ഉസ്താദ്? ആകെ വിഷമായി. ഞാൻ പറഞ്ഞു, എന്തോ വലുത് വരാനിരുന്നതാ അള്ളാഹു ഇങ്ങനെ തട്ടി മാറ്റി. എന്തോ വലിയ അപകടം വരാനിരുന്നത് പടച്ചറപ്പ് തട്ടി മാറ്റി, 3 അൽഹംദുലില്ലാ. ഇത് ഒരുമിച്ചായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? എടോ സഹോദര, ഞാൻ വിശ്വസിക്കുന്നു ഒരു പാവപ്പെട്ടവൻ രാവിലെ കൈ നീട്ടിയപ്പോൾ ഒരു 10 രൂപ എടുത്ത് കൊടുത്തു. അത് തന്നെ ഒരു പാവപ്പെട്ടവൻ മുമ്പിൽ നിട്ടുമ്പോൾ ഇതാണ് ഈ ബക്കറ്റിനകത്ത് പൈസ ഇടുന്നത്. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകാം. എല്ലാവർക്കും ഇതറിയാം. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ബൈക്കിന് കുറുകെ ഒരു പട്ടി ചാടി. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ പേവെള്ളം അടിച്ചിട്ട് ബൈക്കിൽ ന്യൂ ഇയറും കഴിഞ്ഞ് പറന്നു വരിക, ഇടിച്ചു. അല്ലാഹു കാക്കുമാറാകട്ടെ. വീട്ടിൽ പോയി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ കാല് തെറ്റിയിട്ട് താഴെ വീണു. പൊക്കിയെടുത്തു. നേരെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ IC തുറന്നിട്ട് പറഞ്ഞ് AC-ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാൻ. അതങ്ങനാണല്ലോ, വെളിയിൽ കിടക്കണ്ട, IC-നകത്ത് കയറി കിടന്നോ. അൽഹംദുലില്ലാ പുറത്ത് വന്നിട്ട് പറഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, ഇത്തിരി സീരിയസാ, പൈസയൊക്കെ റെഡിയാക്കിക്കോ, നാളെ കീറണം. പടച്ചവനെ, അയാൾ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇവൻ വെളി വായും തുറന്ന് നിൽക്കുക. അപ്പോഴാ ഉമ്മ പറയുന്ന, മോനെ പള്ളിയിൽ പോയിട്ട് ഉസ്താദിന്റെ കയ്യിൽ 2000 കൊടുത്തിട്ട് പറയണം ദുആ ചെയ്യാൻ. എന്താ പറഞ്ഞേ? എന്താ പറയും? 2000-ന്റെ നോട്ട് കൊടുത്തിട്ട് പറയും, മോനെ ഖത്തീബിന്റെ കൈ തന്നെ കൊടുത്തിട്ട് പറയണം, വാപ്പ അകത്ത് കിടക്ക, AC-ക്കകത്ത, പുറത്തിറക്കണം, ദുആ ചെയ്യണം.
ഇപ്പൊ 10 രൂപ ഇട്ടിരുന്നെങ്കിൽ അങ്ങനെ വീഴേണ്ട വിധി വരുമായിരുന്നു. ഈ 10 രൂപ ഈ ബക്കറ്റ് ഇട്ടാ പോരായിരുന്നു, ബാക്കി ലാഭമല്ലേ. നാളെ 2000 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ 10 ഇടുന്നതല്ലേ. അങ്ങനല്ലേ നബിതങ്ങളല്ലേ പറഞ്ഞത്, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന്. വീഴാതെ രക്ഷപ്പെടാനാ ഞാൻ പറഞ്ഞത്. വല്ല ഇട്ടോ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.